തൊഴിലിടങ്ങളിലെ നഴ്സുമാരുടെ ദുരിതം സമരങ്ങളും ചർച്ചകളും തുടർക്കഥകളാകുന്നു. സുപ്രീം കോടതി പോലും പറയുന്നു സർക്കാർ ആശുപത്രികളിലെ വേതനം നഴ്സുമാർക്ക് പ്രൈവറ്റ് മേഖലയിലും വേണമെന്ന്, അത് ഉറപ്പാക്കണമെന്ന്. സംസ്ഥാന സർക്കാരും പറയുന്നു നഴ്സുമാർക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്ന്. പിന്നെ എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? വാക്കുകൾ പാലിക്കപ്പെടുന്നുണ്ടോ? ഭൂമിയിലെ മാലാഖമാർക്ക് തൊഴിലിടത്തിൽ അവഗണന മാത്രമോ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ സ്ഥിതി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. പല ചർച്ചകളും സമരങ്ങളും ഒക്കെ സമീപകാലത്ത് കേരളം കണ്ടതാണ്. നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് പോകുകയാണ്. ഈ മാസം 15 മുതലാണ് സമരം ആരംഭിക്കുക. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരമാണ്. 18 മുതൽ ആശുപത്രികൾ സ്തംഭിപ്പിച്ച് സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജാസ്മിൻ ഷാ തൃശൂരിൽ നിന്നും തത്സമയം ചേരും. ഒപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹുസൈൻ തങ്ങൾ തങ്ങൾ മലപ്പുറത്തു നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ഒപ്പം UNA ജില്ലാ നേതാവ് ശ്രീ സിബി മുകേഷ് ട്രിവാൻഡ്രത്തു നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ മിനിസ്റ്റർ ശ്രീമതി ശൈലജ ടീച്ചർ കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നാണ്. ഒപ്പം ഡോക്ടർ രോഹിത്തും ഈ മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ വിധത്തിൽ ചർച്ചകളും സമരങ്ങളും ഉണ്ടായിട്ടും തുടർന്നു പോകുന്നു എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിലേക്ക് വരികയാണ്. ഭൂമിയിലെ മാലാഖമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം 100 നാവാണ്, നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും അവർ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതരാണ്? അങ്ങേയറ്റം അവർക്ക് ജോലി ചെയ്യുന്ന ആ സ്ട്രെയിനിന്റെ അത്രയും വരുമാനം അല്ലെങ്കിൽ അർഹിക്കുന്ന വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നതൊക്കെ പല സമരങ്ങൾ വരുമ്പോഴും വിലയിരുത്തപ്പെടുന്നതല്ലാതെ അതിനും അപ്പുറത്തേക്ക് തിരുത്തപ്പെടുന്നില്ല ഈ വിഷയം എന്നത് തന്നെയാണ് ഗൗരവതരം. ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ശ്രീ ജാസ്മിൻ ഷാ, ഇപ്പോൾ ഏതായാലും ശ്രീ ജാസ്മിൻ ഷാ ഒരു വലിയൊരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഒരു വലിയ മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ഈ സമര പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം കാലാകാലങ്ങളായി ഇത്തരത്തിൽ തുടർച്ചയായി ഈ മേഖലയിൽ നിന്നും സമരങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ ചർച്ചകൾ നടക്കും. പല ഘട്ടങ്ങളിലും സർക്കാരും ഇടപെട്ട് അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റൊക്കെ ഇടപെട്ട് ചർച്ചകൾ നടക്കും. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളാകും. പിന്നെയും ദിവസങ്ങൾ കഴിയും, വീണ്ടും ഇത് തന്നെ തുടരുന്നു. ഈ സ്ഥായിയായി ഈ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജാസ്മിൻ ഷാ? യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് മൂക്കുകയറേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ അവർക്ക് തോന്നിയ പോലെ കേരളത്തിലെ നിയമങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു പ്രവണതയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്നത്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെ നിയമം കൊടുത്തോട്ടെ, ആ നിയമമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വിഹരിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം ഈ കേരളത്തിലെ ആശുപത്രി മാനേജ്മെൻറ്റുകൾക്കുണ്ട്. അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായും ഞങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി മാന്യമായിട്ടുള്ള ഒരു ശമ്പളം ലഭിക്കുക എന്നുള്ള അവകാശവാദം ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. കേരളത്തിൽ 300 രൂപ എന്ന് പറയുന്ന രീതിയിലാണ് ശരാശരി ഒരു നേഴ്സിന് ഒരു ദിവസത്തെ പ്രതിദിന വേതനം കണക്കാക്കുമ്പോൾ ലഭിക്കുന്നത്. ഈ 300 രൂപ കൊണ്ട് കേരളത്തിൽ ഏറ്റവും കുറവ് പ്രതിദിന വേതന നിരക്കിൽ ശമ്പളം ലഭിക്കുന്ന വിഭാഗമാണ് ആശുപത്രി ജീവനക്കാരടക്കമുള്ള നഴ്സിംഗ് തൊഴിലാളികൾ കേരളത്തിൽ. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരണം. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കണം. സുപ്രീം കോടതി പോലും പറയുന്നു നിങ്ങളെന്താണ് അടിമകളാണോ, നിങ്ങളെന്താണ്, ഇവർക്കെന്താണ് നീതി കിട്ടാത്തത്? സുപ്രീം കോടതി നിയോഗിച്ച സമിതി പറയുന്നു സർക്കാർ നഴ്സുമാർക്ക് തത്തുല്യമായിട്ടുള്ള ശമ്പളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്കും ലഭിക്കണം. പക്ഷേ ഇതൊന്നും നൽകാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ തയ്യാറല്ല. ഇവിടുത്തെ നഴ്സുമാർ എത്ര രോഗികളെയാണ് ചികിത്സിക്കുന്നത്? ഒരു വാർഡിൽ എത്ര 10-40 രോഗികളെയാണ് ഒരു നഴ്സ് ശുശ്രൂഷിക്കുന്നത്? രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഇറക്കി വിടുന്ന പുഷ്പഗിരി പോലുള്ള മെഡിക്കൽ കോളേജുകൾ ഇവിടെ വിലസുന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് സ്ത്രീകളായിട്ടുള്ള ഭൂരിപക്ഷം സ്ത്രീകൾ ഈ മേഖലയിലുള്ള സ്ത്രീകൾക്കുള്ളത്? ഒരു സുരക്ഷിതത്വവും നൽകാതെ നഴ്സുമാരുടെ ജീവനെ പുല്ലുവില കളിക്കുന്ന ഈ മാനേജ്മെൻറ്റുകളെ നിലക്ക് നിർത്തണം, അവരെ അടക്കി നിർത്തണം. അവർക്ക് കൃത്യമായ നിയമത്തിൻ്റെ പൂട്ടിയാൽ മാത്രമാണ് കേരളത്തിൽ കൃത്യമായിട്ട് ഈ മാനേജ്മെൻറ്റ് മുതലാളിമാരെ
കൂച്ചുവിലടങ്ങാൻ സാധിക്കൂ. ഇവിടുത്തെ നഴ്സിംഗ് ജീവനക്കാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ ജാസ്മിൻ ഷാ. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, എന്താണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു, പരിശോധിക്കാൻ കമ്മിറ്റികൾ ഉണ്ടാകുന്നു, പരിശോധനകൾ നടക്കുന്നു, ഇരു വിഭാഗവും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ അപ്പോഴും തൃപ്തരല്ല അവർ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരം വലിയ ഒരു അവഗണന നഴ്സുമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അത് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുണ്ടാകുന്നു എന്ന് അവർ ആരോപിക്കുമ്പോൾ ഇത് എന്താണ്? ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാനേജ്മെന്റുകളുടെ നിലപാട് എങ്ങനെയാണ് ഇവിടെ? മാനേജ്മെന്റുകളെ സംബന്ധിച്ച് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജുകളെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാർക്ക് സാലറി കൊടുക്കാത്തൊരു നിലപാടോ അല്ലെങ്കിൽ നിയമപരമായി അവർക്കുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കാത്തൊരു നിലപാടുകളൊന്നും കേരളത്തിൽ ഇന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ സ്വീകരിച്ചിട്ടില്ല. അത് അങ്ങനെ സ്വീകരിക്കുന്നെങ്കിൽ അതിനെ പരിപൂർണമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അധികാരവുമുണ്ട്. അങ്ങനെ ഒരു നിയമ നടപടികളൊന്നും സ്വീകരിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഈ സമരം അനവസരത്തിലാണ്. ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചുള്ളത് അനവസരത്തിലാണ്. 2013 വന്ന മിനിമം വേജസ് റിവിഷൻ വളരെ ഭംഗിയായി മിനിമം വേജസ് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരു മിനിമം വേജസ് ജിയോ പുറത്തു വരികയും അതനുസരിച്ചുള്ള മിനിമം വേജസ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനുശേഷം കഴിഞ്ഞ 2016 ഒരു മിനിമം വേജസ് റിവിഷനുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ ഒരു ജിയോ ഇറക്കുകയും അതൊരു കമ്മിറ്റി ഫോം ചെയ്യുകയും ആ കമ്മിറ്റി ഏകദേശം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലൊക്കെ തെളിവെടുപ്പ് നടത്തി അതിൻ്റെ 90% നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് 10% മാത്രമാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുള്ളൂ. അത് ഏകദേശം ധാരണയോടുകൂടി സർക്കാർ ജിയോ ആയി പുറത്തു വരാനിരിക്കുകയാണ്. ഒരു വേതന വർധനവിനാണ് അവർ സമരം ചെയ്യുന്നത് എങ്കിൽ 2-3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലെങ്കിലും ഒരു ജിയോ പുറത്തു വരാൻ കഴിയുന്ന തരത്തിലേക്ക്, വേതന വർധനവ് പുറത്തു വരാൻ കഴിയുന്ന തരത്തിലേക്ക് വളരെയധികം പാകപ്പെട്ട് സർക്കാരിന് മുമ്പിൽ, ലേബർ കമ്മീഷന് മുമ്പിൽ ഈ റിപ്പോർട്ടുണ്ട്. അത് കാത്തു നിൽക്കാൻ അവർ ഒരു സാവകാശം കാണിക്കേണ്ടിയിരുന്നു. പിന്നെ അതുമല്ല, ഇവർ ഈ സമരത്തിന് തെരഞ്ഞെടുത്ത സമയമൊന്ന് നോക്കൂ. കേരളത്തിൽ മഴക്കാല രോഗങ്ങളും പനിയും ഒക്കെ ബാധിച്ച് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വളരെയധികം ജാഗ്രതയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി തയ്യാറാവേണ്ട ഒരു സമയമാണ് അവർ സമരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അവരുടെ വേതന വർധനവല്ല അവർ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു സമരം ചെയ്യുന്ന വേറെ എന്തോ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ സിബി, യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേതനം എന്നതൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഈ മേഖല ഇപ്പോഴും നമുക്കറിയാം, കാലാകാലങ്ങളായി നമ്മൾ ഈ നഴ്സുമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുള്ള അവർ പ്രത്യേകിച്ച് അവർ ജോലി ചെയ്യുന്ന സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഷിഫ്റ്റെന്നോ ആ വിധത്തിലൊന്നും ഇല്ലാതെ തോന്നിയ സമയം അത്രത്തോളം അവർ ജോലി ചെയ്യുക, എന്നവർക്ക് ശമ്പളം കിട്ടാതെ അങ്ങനെ അവസ്ഥ. യഥാർത്ഥത്തിൽ നഴ്സുമാർ അതേ അവസ്ഥ തന്നെ, നമ്മൾ ഈ കാലാകാലങ്ങളായി ചർച്ച ചെയ്യുന്ന അതേ അവസ്ഥയിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? 2011 യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദ്യം കേരളത്തിൽ സമരം പൊട്ടി പുറപ്പെടുമ്പോൾ കേരളത്തിലെ നഴ്സുമാരുടെ ശമ്പളം 3000-3500 ആയിരുന്നു. 8000 രൂപയ്ക്ക് മേളിൽ ശമ്പളം മേടിക്കുന്ന നഴ്സുമാർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ 2013 മിനിമം വേജ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ 5% ആശുപത്രികൾ, അതിൽ കൂടുതൽ ആശുപത്രികൾ കൊടുത്തിട്ടില്ല. ശ്രീ ഹുസൈൻ കോയ തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ കൊടുത്ത വിവരാവകാശ രേഖ അനുസരിച്ച് 85% ആശുപത്രികൾ മിനിമം വേജ് കൊടുക്കുന്നില്ല എറണാകുളത്ത്. തിരുവനന്തപുരം ജില്ലയെ വെച്ച് നോക്കിയാലും എല്ലാവരും കൊടുക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ നഴ്സുമാരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് 10-20% മിനിമം വേജ് കുറച്ചു കൊടുത്ത് അതിന് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ന്യായീകരണങ്ങൾ അത് ലോകത്ത് വേറൊരിടത്തും കാണാത്തതാണ്. നിങ്ങൾ പറയുന്നതാണ് ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, യൂണിഫോം ഫീസ്, ഇതിനൊക്കെ പ്രത്യേകം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ മിനിമം വേജ് കൊടുത്തു എന്ന് പറയുകയും അതിലും 10-15% കുറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശ്രീ ഹുസൈൻ കോയ തങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഈ സമരം ചെയ്യാൻ തിരഞ്ഞെടുത്ത സമയവും എന്തുകൊണ്ട് കാത്തിരിക്കുന്നില്ല? അത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സാറേ. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ സാധനം 1 കൊല്ലവും 4 മാസവും ഞങ്ങൾ കാത്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 4 മാസം മുമ്പ് ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല കേരളത്തിൽ പനി വരുമെന്ന്. ഞങ്ങളത് ഗണിച്ച് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല പനി വരുന്നത്. പക്ഷേ ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചതാണ് ജൂൺ 10 വരെ ഞങ്ങൾക്ക് ഈ ശമ്പള പ്രഖ്യാപനം നടന്നില്ല എങ്കിൽ ഞങ്ങൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിക്കുമെന്ന്. ഇനി ഒരു കാര്യം കൂടെ ഹുസൈൻ കോയ തങ്ങൾ സാറിന്റെ അറിവിലേക്കായി പറയാം. 15-ാം തീയതി ചർച്ചയിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമരത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ചു കഴിഞ്ഞാൽ
പിന്നെ കേരളം കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ സമരമായിരിക്കും. കേരളത്തിലെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഗവൺമെന്റ് നഴ്സുമാർക്ക് കിട്ടുന്ന 32,000 രൂപയിൽ കുറഞ്ഞ് 1 രൂപ കുറഞ്ഞാൽ പോലും തിരിച്ച് നഴ്സുമാർ ആശുപത്രിയിൽ ജോലിക്ക് കയറില്ല. അതുകൊണ്ട് ഈ സമരത്തിലേക്ക് പോകാതെ 15-ാം തീയതി സർക്കാർ വിളിച്ച ചർച്ചയിൽ തീർക്കുന്നതായിരിക്കും കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് നല്ലതെന്നാണ് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ പറയാനുള്ളത്. യെസ്, ഏതായാലും തിരികെ വളരെ വേഗം ചർച്ചയിലേക്ക് തന്നെ. 15-ാം തീയതി സർക്കാർ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിൽ എങ്ങനെയായിരിക്കും മാനേജ്മെന്റുകൾ നിലപാടെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഡോക്ടർ രോഹിത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഡോക്ടർ രോഹിത്, ഇവിടെ നേരത്തെ ഇതുവരെയും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കാലാകാലങ്ങളായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമായി നീണ്ടുപോകുകയാണ്. ഇപ്പോൾ ഏതായാലും സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്നൊക്കെ. പക്ഷേ അത്തരത്തിലുള്ള പല ഇടപെടലുകൾ ഉണ്ടായിട്ടും എന്തിന് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ നിർദ്ദേശമുണ്ടായിട്ടും അതുപോലും പാലിക്കപ്പെടുന്നില്ല എന്ന് പല തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നപരിഹാരത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ഏത് വിധത്തിലുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം ഏത് വിധത്തിലാവണം? ഡോക്ടർ രോഹിത്, ഇതില് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കാലം മിനിമം വേതനത്തിനായിട്ട് സ്വകാര്യ ആശുപത്രിയിലെ മിനിമം വേതനത്തിനായിട്ട് നഴ്സുമാർ നടത്തുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തുന്ന ഈ സമരം തികച്ചും ന്യായമുള്ള ഒന്നാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവർക്ക് കിട്ടാവുന്ന സ്വകാര്യ മേഖലയിലെ നഴ്സിന് കിട്ടാവുന്ന ഒരു മാക്സിമം സാലറി എന്ന് പറയുന്നത് ICUല് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റർ നഴ്സിന് കിട്ടുന്ന സാലറി 15,000 രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കണക്കെടുക്കുമ്പോഴത്തെ ഏകദേശം ഒരു 500 രൂപയായിട്ട് വരും. ഏറ്റവും കുറഞ്ഞ കൂലി എന്ന് പറയുന്നത് ട്രെയിനി ആയിട്ട് കയറുമ്പോൾ നമ്മൾ ഗവൺമെന്റ് നിശ്ചയിച്ച് കൊടുത്ത സ്റ്റൈപ്പൻഡ് 6,000, 6,500 അതിന് കുറച്ച് കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. അപ്പൊ ഒരു ദിവസത്തിൽ ഇവർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കിട്ടത്തുള്ളൂ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന മേസ്ത്രിക്കാണെങ്കിൽ പോലും മറ്റു പലർക്കാണെങ്കിൽ പോലും ഇതിന് കൂടുതൽ സാലറി കിട്ടുന്നുണ്ട്. രോഗികളുടെ ശുശ്രൂഷിക്കുകയും ഇത്രയും 8 മണിക്കൂറോളം ദിവസം ജോലി എടുക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഇതിൽ കൂടുതൽ ഒരു സാലറി ന്യായമായും കിട്ടേണ്ടതാണ്. കിട്ടുന്നില്ല, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ രണ്ടാമതൊരു കാര്യം, ഒരു നാണയത്തിന് 2 വശം ഉണ്ട് എന്ന് പറയുന്ന കണക്ക് ഈ കാര്യത്തിന് തന്നെ മറ്റൊരു മറുവശവും കൂടെ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എഴുതാൻ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള രീതിയിലൂടെ നോക്കുമ്പോഴാണ് ഇത് നമ്മൾ ബ്ലൈൻഡ് ആയി പോകുന്നത്. കേരളത്തിലുള്ള ആശുപത്രികള്, സ്വകാര്യ ആശുപത്രികള് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് വൻകിട കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളും, ഒന്ന് ഇടത്തരം സ്വകാര്യ ആശുപത്രികളും. അപ്പൊ ഈ രണ്ടിടത്തും ഉള്ള റവന്യൂ ഇൻകം ഒരേ കണക്കായിരിക്കത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിസേറിയന് ഒരു സാധാ ഇടത്തരം ഹോസ്പിറ്റലിൽ മേടിക്കുന്ന ഒരു 30,000 രൂപ, മാക്സിമം ഒരു 40,000 രൂപയൊക്കെ ആണെങ്കിൽ വൻകിട കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഒരു 70,000 രൂപയൊക്കെ ആയിരിക്കാം. ഈ ഒരു കണക്ക് നോക്കുമ്പോൾ മിനിമം വേതനം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരേ കണക്കാവുകയാണെങ്കിൽ കേരളത്തിലുള്ള പകുതി കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ ഇടത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. അപ്പൊ ഇടത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് നമ്മുടെ ആരോഗ്യ മേഖലയെ ഹാനികരമായി ബാധിക്കും. ഒന്ന്, ഈ രോഗികൾക്ക് പിന്നെ പോകാനാകെ 2 ഓപ്ഷനേ ഉള്ളൂ. സ്വകാര്യ ആശുപത്രിയിലെ വൻകിട കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും വേറൊന്നെന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും. അപ്പോ മറ്റൊരു നഴ്സുമാരുടെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഈ സമരത്തിലോട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ മഴക്കാല രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ഒരു സമരവുമായി നഴ്സുമാരെ തെരുവിലോട്ട് ഇറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഈ പ്രതിസന്ധിയെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. അത് വേണ്ട വിട്ടുവീഴ്ചകൾ യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ, സ്വകാര്യ മേഖലയിലെ ആശുപത്രി മാനേജ്മെന്റുകളും മുൻകൈ എടുക്കണം. തീരുമാനത്തിലെത്തിയാൽ പോരാ. നേരത്തെ പറഞ്ഞ കണക്ക് പലപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് വരാതെ സർക്കാർ നടപ്പാക്കാൻ വേണ്ടുന്ന നിയമനിർമ്മാണം ചെയ്യാം. ഡോക്ടർ രോഹിത് തുടരുക. ശ്രീ ജാസ്മിൻ ഷാ, അവിടെയാണ് ഇവിടെ ശ്രീ ഹുസൈൻ കോയ തങ്ങൾ പോലും പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ സമരം നടത്തുന്നതിന്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അതിന്റെ മറുപടി ഒപ്പം തന്നെ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനായി, അതായത് വിവിധ ഹോസ്പിറ്റലുകൾ അതിന്റെ പശ്ചാത്തലം കാര്യങ്ങളും പ്രത്യേകിച്ച് ഇതുവരെയും പലപ്പോഴും മാനേജ്മെന്റുകൾ അത്തരം ചില ന്യായീകരണങ്ങളാണ് പറയുന്നത്. അത് നടത്തിക്കൊണ്ടു പോകാൻ നടത്തിപ്പിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഇതുവരെയുള്ള ഈ കമ്മിറ്റികൾ പരിശോധിച്ചിട്ടില്ലേ? അതൊക്കെ ഈ അസോസിയേഷൻ കൂടി ചേർന്ന് ഈ വിധത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി, അവിടെ ഏത് വിധത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകുക, അങ്ങനെ പ്രാക്ടിക്കലായ ഒരു ചർച്ചകൾ നടന്നിട്ടില്ലേ? ശ്രീ ജാസ്മിൻ ഷാ.
യഥാർത്ഥത്തിൽ ഈ മഴക്കാല രോഗങ്ങൾ മുൻകൂട്ടി വരുമെന്ന് നേരത്തെ സിബി പറഞ്ഞ പോലെ തന്നെ ഒരു 4 മാസം മുമ്പ് സമരം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല 4 മാസം കഴിഞ്ഞാൽ മഴക്കാല രോഗങ്ങൾ വരും, ഇവിടെ ഇത്രയും ആളുകൾക്ക് പനി പടർന്ന് പിടിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ഇതിന് മറ്റൊരു മറുവശം ഞാൻ പറയട്ടെ. ഇവിടെ ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ, അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും ഈ അസുഖങ്ങൾ വരുന്നുണ്ട്, അവർക്കും ചികിത്സിക്കണം, അവർക്ക് കുടുംബത്തെ പോറ്റണം. ഇതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്ക് സമരം ചെയ്യണമെന്നോ യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. സമരം വേണ്ട എന്ന് തന്നെ ഞങ്ങൾ വെക്കാം. ഞങ്ങൾക്ക് എന്തിനാണ് സമരം ചെയ്യേണ്ട ആവശ്യം? ഒരു സമരം ചെയ്യുമ്പോൾ എന്താണ് പ്രയാസം അനുഭവിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. 1-2 സമരം നടത്തിയവരല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരവധി സമരം നടത്തിയവരാണ്. സമരം ഞങ്ങൾ വേണ്ട എന്ന് വെക്കാം. ഞങ്ങൾ പറയുന്നത് എന്താ, ജൂൺ 15-ന് സർക്കാർ ഒരു ചർച്ച വിളിക്കുമ്പോൾ, സർക്കാർ അതിലൊരു ഫോർമുല വെക്കുമ്പോൾ, സർക്കാർ കൃത്യമായിട്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പളം കൊടുക്കാമെന്ന് ഉള്ള നിലപാട് മാനേജ്മെന്റുകൾ സ്വീകരിച്ചാൽ അവിടെ തീർന്നു പ്രശ്നം. ഞങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? നേരത്തെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞ പോലെ ആ സംഗതി കൊടുക്കാൻ പോലും മാനേജ്മെന്റുകൾ തയ്യാറായാൽ ഇവിടെ പ്രശ്നം തീർന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എന്നും രോഗികളെ പേര് പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് മേഖലയെ ചൂഷണം ചെയ്യുകയും ഞങ്ങളുടെ ക്ഷമയെയും ഞങ്ങളുടെ നിശബ്ദതയെയും അതൊരു ദൗർബല്യമായി കാണുകയാണ് മാനേജ്മെന്റുകൾ. അവിടെയാണ് പ്രശ്നം. ഇവിടെ സർക്കാർ പോലും അവിടെയാണ് മാനേജ്മെന്റുകൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കടുംപിടുത്തം എടുക്കുന്നു? ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 10 വർഷത്തിന് മേലെയായി തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്നു, തീരുമാനങ്ങൾ വരുന്നു, അത് നടപ്പാക്കാമെന്ന് പറയുന്നു, എന്ന് നടപ്പാക്കാതെ പോകുന്നു. ഇപ്പോഴും അത് തുടരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇവിടെ ശ്രീ സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്രയും ഹോസ്പിറ്റലുകൾ നിങ്ങളുടെ അസോസിയേഷന് കീഴിലുള്ള അല്ലെങ്കിൽ അസോസിയേഷന് കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ ഈ പറയുന്നത് പോലെ സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്. ഇവിടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഒരിക്കലും സാലറി നൽകില്ല എന്നോ അല്ലെങ്കിൽ സാലറി വർധനവ് ഞങ്ങൾക്ക് അനുവദനീയമല്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ 2013 വന്ന വേജ് റിവിഷനിലെ വന്ന ജിയോ അനുസരിച്ചുള്ള സാലറി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ എല്ലാം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് സർക്കാർ എൻഫോഴ്സ്മെന്റ്, ലേബർ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വളരെ വ്യക്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനുണ്ട്. അവർക്കതിൽ നടപടികൾ സ്വീകരിക്കാം. അതേപോലെ തന്നെ 2013 വന്ന വേജ് റിവിഷന്റെ ആ ജിയോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 2016 രൂപീകരിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടും ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് സഹകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡിലേ ആണ് അവർ പറയുന്നത്. ഇത് കാലാകാലങ്ങളിൽ ചർച്ച കുറെ നടക്കുന്നു, ഇതിൽ തീരുമാനം വരുന്നില്ല. അത് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിന്റെ ബാധ്യതയല്ലല്ലോ, സർക്കാരിന്റെ ബാധ്യതയല്ലേ. അതിലൊരു പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കാർ അടക്കം ഒരു ഇടനില മിനിമം വേജസ് ആക്ട് പ്രകാരം രൂപീകരിക്കാനുള്ള അധികാരം 2013 ഉണ്ടാക്കിയ തീരുമാനം അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രികൾ മിനിമം വേജസ് നൽകുന്നില്ല എങ്കിൽ ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിൽ അവർക്ക് അതിന് നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്. ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യാൻ UNAക്ക് കഴിയും. അവരൊരു ട്രേഡ് യൂണിയൻ ആണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന് കഴിയും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കഴിയും. അവർക്കൊക്കെ വേണമെങ്കിൽ നടപടികൾ സ്വീകരിക്കാം. രണ്ടാമത്തെ ഘട്ടമല്ലേ? ഇതൊക്കെ രണ്ടാം ഘട്ടമല്ലേ? ഇങ്ങനെ നടപ്പിലാക്കുന്നുണ്ടോ? താങ്കൾക്ക് പറയാനാകുമോ 100% ഹോസ്പിറ്റലുകളിലും ഈ പറയുന്നത് പോലെയുള്ള ഈ വേജ് റിവിഷനിൽ വന്നിട്ടുള്ള രീതി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 2013 ലാസ്റ്റ് ഇവിടെ വേജ് റിവിഷൻ വന്നിട്ടുള്ളത്. ആ ജിയോ അനുസരിച്ചുള്ള മിനിമം വേതനം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നൽകുന്നുണ്ട്. യാതൊരു തർക്കവും അതിലുള്ള. 2016 വന്ന ജിയോ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നതിനാണ് അവർ സമരവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സർക്കാരാണ് ചെയ്യേണ്ടത്. അതിന് സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിലും ലേബർ കമ്മീഷൻ ഓഫീസിനും മുമ്പാകെയാണ്. ശമ്പളം കൊടുക്കണമെങ്കിൽ അതായത് ഈ മാനേജ്മെന്റുകൾ പറയുന്നത് എന്താ, നിങ്ങൾ സമരം ചെയ്യൂ, സർക്കാരിനെതിരെ സമരം ചെയ്യൂ, സെക്രട്ടേറിയറ്റിൽ വന്ന് സമരം ചെയ്യൂ, കളക്ടറേറ്റിന് മുന്നിൽ പോയി സമരം ചെയ്യൂ, ലേബർ ഓഫീസിന് മുന്നിൽ പോയി സമരം ചെയ്യൂ. ഇവർ ഞങ്ങളോട് പറയുന്നത് എന്താ, അപ്പൊ അവർക്ക് മഴക്കാല രോഗമൊന്നും പ്രശ്നമല്ലേ, പനിയൊന്നും പ്രശ്നമല്ലേ? സെക്രട്ടേറിയറ്റിൽ പോയി നഴ്സുമാർ പണി ചെയ്താൽ സ്വകാര്യ ആശുപത്രികളിൽ എന്താണ് പനി സ്വമേധയെ മാറുമോ? അപ്പൊ ഇവരുടെ ആവശ്യം എന്താണ്? ചൂഷണം മാത്രമാണ്. സർക്കാർ നിലപാടെടുക്കാത്തതുകൊണ്ടാണോ? സർക്കാർ എല്ലാ തവണ ചർച്ചയിലും പറയുന്നുണ്ടല്ലോ, കർശനമായ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടല്ലോ, അതനുസരിക്കുന്നുണ്ടോ ഇവർ? അപ്പോൾ ഇവിടെ ഇരുന്ന് കണ്ട് വലിയ വർത്തമാനം പറയുകയും നിങ്ങൾ സർക്കാരിനോട് പറയൂ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുന്നത് ആദ്യം ഇവർ നടപ്പിലാക്കണം.
അങ്ങനെ നടപ്പിലാക്കാൻ തയ്യാറാകാത്ത, ഇത് പ്രഖ്യാപിക്കാത്ത ആശുപത്രികൾ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. കാരണം ഈ മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കണം. വിദേശ രാജ്യങ്ങളിലല്ല ഞങ്ങൾക്ക് സൗകര്യം വേണ്ടത്, ഈ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യമാണ് വേണ്ടത്. ഈ നാട്ടിലാണ് ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കേണ്ടത്. ഇവിടെ എന്താ, വീട്ടിലൊരു പണിക്ക് ഒരു കൂലിപ്പണിക്കാരനെ വിളിക്കണമെങ്കിൽ ഒരു ദിവസത്തെ കൂലി കൊടുക്കണം നേഴ്സ്, ഒരു 10 ദിവസം ജോലി ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും സർക്കാർ ഇതിൽ ഇടപെടാത്തതിന്റെ പ്രശ്നമാണെന്നുള്ളൊരു തരത്തിൽ, അല്ലെങ്കിൽ സർക്കാർ ആണ് ഇതിൽ ഇടപെടേണ്ടതെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചർച്ച വിളിക്കുമ്പോഴത്തേക്ക് സർക്കാർ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കും. ഈ ഫോർമുല സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ എന്തെങ്കിലും ഉടക്കിട്ട് മാറ്റുവാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ അന്ന് 2013 IRC വെച്ച് 2013 IRCയുടെ തീരുമാനം വരുമ്പോൾ അത് ഇവര് എന്തോരം ഇടപെട്ടു എന്നറിയോ അത് മുടക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ചർച്ച നീണ്ടുപോകാൻ കാരണം കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് തന്നെയാണ്. സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല ഇപ്പോൾ ഈ പറയുന്ന ഹുസൈൻ കോയ തങ്ങൾ സാറും കൂടെ ഉള്ളവരും ഒരു കാര്യം ചെയ്താൽ മതി. 15-ാം തീയതി വരുമ്പോൾ സർക്കാർ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഫോർമുല നിങ്ങൾ അങ്ങ് അംഗീകരിക്കുക. നിങ്ങളത് കൊടുക്കാമെന്ന് പറയാം. പിന്നെ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ കൃത്യമായി അടുത്ത ദിവസം തൊട്ട് ജോലിക്കുണ്ടാവും. പക്ഷേ അന്ന് സർക്കാർ പറയുന്നത് നിങ്ങൾ കൊടുക്കില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ പിന്നെ സാർ വേറൊരു കാര്യം പറഞ്ഞ എന്തായിരുന്നു, എൻഫോഴ്സ്മെന്റും ലേബർ ഓഫീസും വഴി നിങ്ങൾ കൊടുക്കാത്തവരൊക്കെ എറണാകുളത്തെ പല ALOമാരും, ഇപ്പൊ അങ്കമാലി ALO ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പോയി കണ്ടപ്പോൾ പുള്ളി ഒരു ഭീഷണി അങ്ങോട്ട് കൊടുക്കുന്നവരുടെ അല്ലെങ്കിൽ കൊടുക്കാത്തവരുടെ വിവരം തരാനോ ഞങ്ങൾക്ക് ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താനോ കഴിയില്ല. ഈ ഭീഷണി സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഒപ്പമുള്ളതാണ് ജില്ലാ ലേബർ ഓഫീസർമാരും സർക്കാരിന്റെ മിഷണറിയും. പക്ഷേ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആ തലത്തിലെടുക്കുന്ന തീരുമാനം താഴെ തട്ടിൽ നടപ്പിലാക്കാനുള്ള ജില്ലാ ലേബർ ഓഫീസറും അല്ലെങ്കിൽ ALO പോലുള്ള ഉദ്യോഗസ്ഥരെ ചാക്കിലിട്ട് കൊണ്ടാണ് KPHA പോലുള്ള ആശുപത്രി മാനേജ്മെന്റുകൾ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പളം തടയുന്നത്. ഇത് പരാതി ലഭിച്ചില്ല എന്ന് പറയാം. നിങ്ങൾക്ക് എറണാകുളത്ത് എന്തോരം പരാതി ലഭിച്ചു സാറേ, തിരുവനന്തപുരത്ത് എന്തോരം പരാതി ലഭിച്ചു, തൃശ്ശൂർ എന്തോരം പരാതി ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കൺസീലിയേഷൻ നടന്നാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും. എന്നിട്ട് പരാതി ലഭിച്ചില്ല എന്ന് പറയുകയും നഴ്സുമാർ ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുവാണ്, സമരം ചെയ്യാൻ പോവാണെന്ന് പറയും. ഞങ്ങൾക്ക് നിങ്ങളെ തകർക്കേണ്ട ഒരു ആവശ്യമില്ല സാറേ. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളും ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കണ്ണിൽ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ആവർത്തിച്ച് പറയുകയുണ്ടായി 100% ഹോസ്പിറ്റലുകളും ഇതൊക്കെ പാലിക്കുന്നുണ്ട് എന്ന്. പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിന് കൃത്യമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പലതരത്തിലുള്ള റിപ്പോർട്ടുകളും ഇവിടെ നേരത്തെ എറണാകുളത്തെ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. പലരും മറ്റു പല കാരണങ്ങളാലും പറഞ്ഞതുപോലെ തന്നെ 10-15% ഇവരുടെ ശമ്പളത്തിൽ നിന്ന് വീണ്ടും ഊറ്റുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥമല്ലേ? അത് ഈ മാനേജ്മെന്റ് അറിയാതെ പോകുന്നതാണോ? ഡോക്ടർ രോഹിത്, ഹലോ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു തീരുമാനം എടുത്ത് നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ആ നിയമത്തിനെ ആരൊക്കെ തെറ്റിക്കുന്നുണ്ടോ അവർക്ക് അതിന്റേതായ തക്കതായ ശിക്ഷ കൊടുക്കണം. ഇതിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചിട്ട് കാര്യമില്ല. രണ്ടുപേർക്കും അമിക്കബിൾ ആയിട്ടുള്ള, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകാര്യമായിട്ടുള്ള ഒരു പരിഹാര മാർഗം. എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയുന്നത്, ഗവൺമെന്റിന്റെ മുമ്പിൽ 2 വഴി പ്രധാനമായിട്ടും ഉണ്ട്. ഒന്ന്, എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെയും പ്രൊസീജിയറിന് ഒരേ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു നിയമം ഇറക്കുക. അതാവുമ്പോഴത്തേക്ക് ഒരാൾ നഷ്ടത്തിൽ പോകും, ഒരാൾ ലാഭത്തിൽ പോകും, അങ്ങനെയുള്ള കണക്ക് വരത്തില്ല. ഇവർക്ക് മിനിമം വേജസ് കൊടുക്കുകയും ചെയ്യാം. ഒന്നത്. രണ്ടെന്ന് പറയുന്നത്, ആശുപത്രികളെ ഈ 2 തട്ടായിട്ട് തിരിച്ച് ആ 2 തട്ടിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിന് അതിനനുസരിച്ചിട്ടുള്ള നഴ്സുമാർക്ക് അതിനനുസരിച്ചുള്ള വേതനം ഫിക്സ് ചെയ്യുക. ഏത് നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാലും അത് ലംഘിക്കുന്നവരെ പഴുതടച്ചുള്ള മാർഗങ്ങൾ വേണം. അത് ലംഘിക്കുന്നവരെ കണ്ടുപിടിച്ച് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. എന്നും ഇവരെ ഇങ്ങനെ തെരുവിലോട്ട് ഇറക്കി കാര്യങ്ങൾ നേടാം, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ്. ദൈവത്തിന്റെ മാലാഖമാരെ ദുഃഖത്തിലാക്കുകയും ചെയ്യരുത്. എന്നാൽ ആശുപത്രികൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുന്നു. ഞാൻ തിരികെ എത്താം. ജാസ്മിൻ ഷാ, ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഏതായാലും 15-ാം തീയതി ചർച്ച നടക്കാനിരിക്കുകയാണ്. അവിടെ ഏതായാലും സ്വാഭാവികമായും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുക എന്നത് ഈ തരത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കും ശ്രീ ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ 15-ാം തീയതി നടക്കാൻ പോകുന്ന ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അല്ല, ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ എന്നും എല്ലാ സർക്കാർ ചർച്ചകളെയും വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു വിഭാഗമാണ്. കാരണം ഞങ്ങൾക്ക് നാളെ സമരത്തിൽ ഇറങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല.
പക്ഷെ ആദ്യം ഡോക്ടർ പറഞ്ഞതിനോടൊരു മറുപടി, ഇവിടെ വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളായാലും ഇവിടെ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന മതസാമുദായിക സംഘടന നടത്തുന്ന ആശുപത്രികളായാലും ഇവരെല്ലാം നടത്തുന്നത് ചൂഷണം തന്നെയാണ്, അതിനൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ശമ്പള പരിഷ്കരണം ഇവിടെ നടത്തുന്നത് എല്ലാ കാറ്റഗറി തിരിച്ചിട്ടാണ്, അല്ലാതെ എല്ലാവർക്കും ഒരേ മാതിരത്തെ ശമ്പളമല്ല. ഉയർന്ന ആശുപത്രികൾക്ക് ഉയർന്ന ശമ്പളവും അതിന് താഴെ തട്ടിലേക്ക് പോകുമ്പോൾ 6 തട്ടായി തിരിച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാരുകൾ ഇത്രയും കാലമായിട്ട് മിനിമം വേജ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ എന്താണ്, ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ വന്ന് പറയും, ഇപ്പം ലേബർ ഓഫീസിൽ ചർച്ചയിൽ പറയുന്ന സർക്കാർ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾ സർക്കാരിനോട് ഇപ്പോൾ പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റുകൾ പറയുന്നത് അവർ തുറന്ന സമീപനമാണ്, സർക്കാർ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം കൊടുക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തട്ടെ, സർക്കാർ പ്രഖ്യാപിക്കട്ടെ. സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അവർ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ പണി ഞങ്ങൾ നോക്കാം. അപ്പോഴാ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലാണോ പോകേണ്ടത്, ആശുപത്രിയുടെ മുന്നിലേക്കാണോ വരേണ്ടത് എന്ന് അന്ന് തീരുമാനിക്കട്ടെ, പൊതുസമൂഹം തീരുമാനിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സമരത്തിലേക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, ഞങ്ങളെ വലിച്ചഴക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ സിബി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് 100% ഹോസ്പിറ്റലുകൾ മിനിമം വേജസ് നൽകുന്നുണ്ട് എന്ന്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാണോ? ഞങ്ങൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഏറ്റവും ആദ്യം സമരം തുടങ്ങിയ അമൃതയുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ ആദ്യം ജില്ലാ ലേബർ ഓഫീസർ എറണാകുളത്ത് സമീപിക്കുകയുണ്ടായി. അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിൻ ഷാ നേരത്തെ പറഞ്ഞ പോലെ 6 തട്ടായിട്ടാണല്ലോ, അപ്പോൾ വൻപൻ ആശുപത്രികൾക്ക് ശമ്പളം കൂടുതൽ. അപ്പോൾ അവർ ചെയ്ത ആശുപത്രി ഒരു 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ഇവിടെ ഒരു സ്പെഷ്യൽ, എല്ലാത്തിനും ബെഡ് നമ്പർ 300 താഴെ, അപ്പോൾ മിനിമം വേജ് കുറച്ച് കൊടുക്കാം. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ലേബർ ഓഫീസിൽ പരാതി കൊടുത്തു. ലേബർ ഓഫീസർ വന്നിട്ടും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പുള്ളിയും പറഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നെ സംഭവിച്ചത്, ഓരോ ആശുപത്രികളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-15% കുറച്ച് ഞങ്ങൾ ഓരോ തവണയും ഞങ്ങൾ പരാതി കൊടുത്തുകൊണ്ടിരുന്നു. ഈ അടുത്ത് ഞങ്ങളൊരു വിവരാകാശ രേഖ കാണാൻ ഇടയുണ്ടായി. അതിനകത്ത് എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ആശുപത്രികളിൽ മിനിമം വേതനം കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയില്ല, അത്തരത്തിലുള്ള കണക്കുകൾ ലേബർ ഓഫീസിൽ ലഭ്യമല്ല, ലേബർ എൻഫോഴ്സ്മെന്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുജനം മനസ്സിലാക്കണം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഇവിടുത്തെ ലേബർ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് നഴ്സുമാരുടെ ശമ്പളം അട്ടിമറിക്കുകയാണ്. കാരണം വ്യക്തമായി തെളിവ്, ഒരു പരാതി കൊണ്ടുവന്ന് നമ്മൾ ലേബർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം ആ സ്റ്റാഫിനെതിരെ ആശുപത്രി നടപടി ഉണ്ടാവും. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തി കേരളത്തിലെ നഴ്സുമാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന പ്രവണത കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഇനിയും തുടരാൻ അനുവദിക്കില്ല. അഡ്വക്കേറ്റ് ഹുസൈൻ കോയതങ്ങൾ, ഈ പറയുന്ന ആരോപണം എങ്ങനെയാണ് കാണുന്നത്? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ സമരം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത്. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നതിന്റെ പേരിലാണ് അവർ സമരം ചെയ്യുന്നത്. അമൃതയിൽ പറയുന്നതൊക്കെ വളരെ കളവാണതൊക്കെ. അമൃതയിലെ പ്രശ്നങ്ങൾ ലേബർ കമ്മീഷണർ RJLC എറണാകുളം RJLCയോട് അവിടെയുള്ള ബെഡ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അദ്ദേഹം അവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ടാണ് അമൃതയിലെ അഡീഷണൽ വേജ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ വെറുതെ ചാനലിൽ വന്ന് എന്തെങ്കിലും പറയുക എന്നല്ലാതെ അതിലൊന്നും ഒരർത്ഥവുമില്ല. ഇവിടെ അതല്ല പ്രശ്നം. അവർ പറഞ്ഞു നേരത്തെ 4 മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് സമരം. കേരളത്തിൽ ഏത് കുട്ടിക്കാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴക്കാലം വരുന്നത് എന്ന് അറിയാൻ കഴിയാത്തത്? അത്രയും അറിയാൻ കഴിയാത്ത ആളുകളാണോ അവരുടെ ചർച്ചയിൽ ഇത് പങ്കെടുക്കുന്നതൊക്കെ? അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ 2012-13 കാലഘട്ടങ്ങളിലെ സമരത്തിന്റെ സമയത്ത് ഈ കേരള ഗവൺമെന്റ് ഒരു IRC രൂപീകരിച്ചിട്ടുണ്ട്. IRCയിൽ തൊഴിലാളി പ്രതിനിധികളും തൊഴിലുടമ പ്രതിനിധികളും IRCയിലുണ്ട്. ഈ ജാസ്മിൻ ഷായും IRCയിലെ മെമ്പറായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരല്ല ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും IRCയിൽ ചർച്ച ചെയ്യുകയും അതനുസരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബോഡി ഇതിലുണ്ട്. അതിലേക്ക് പ്രശ്നം കൊണ്ടുവരികയല്ലേ ആദ്യം വേണ്ടത്, എന്നിട്ടല്ലേ ഒരു സമരത്തിന് പോവേണ്ടത്. ആദ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വേതന വർധന മാത്രമല്ല, വേതന വർധന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അല്ലാത്ത പ്രശ്നങ്ങളുമൊക്കെ IRC ഇൻഡസ്ട്രിയൽ റേഷൻ കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ തൊഴിലുടമയും തൊഴിലാളികളും ചർച്ച ചെയ്ത് ലേബർ കമ്മീഷൻ ചെയർമാനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഓരോരോ അവസരം ഒരുക്കാഞ്ഞത്? അല്ല, അത് ആദ്യം പറഞ്ഞ ഈ മഴക്കാല രോഗത്തിന് കുറച്ച് കയറമായി അദ്ദേഹം മഴക്കാല രോഗത്തിൻ്റെ കാര്യം പറയുന്നത് എനിക്കിത് മനസ്സിലാവാത്തത് എന്താ വെച്ചാൽ, ഈ മഴക്കാലം കഴിഞ്ഞാൽ കേരളത്തിൽ ആശുപത്രികളെല്ലാം കാലിയാവുകയാണോ? അവിടെ ആർക്കും അസുഖം വരാറില്ലേ?
അതോ ഞങ്ങളൊരു പ്രത്യേക ടേമുണ്ടോ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ? ഒരു അസുഖവും വരാതിരിക്കുന്നൊരു സമയം, ആ സമയത്ത് നഴ്സുമാർ സമരം ചെയ്യൂ, നിങ്ങൾക്ക് ആ സമയത്ത് ആനുകൂല്യം തരാം. ഇതേ എന്ത് ശുദ്ധ മണ്ടത്തരാണ് പറയുന്നത്? 4 മാസം മുമ്പ് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അവർക്കറിയാമല്ലോ ജൂണിൽ, ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും അറിയാലോ ജൂണിൽ മഴക്കാല രോഗം വരും, കാര്യങ്ങൾ വരും എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഈ 4 മാസം മുമ്പേ നടപടി എടുത്തൂടെ? ഇവർ 4 മാസം മുമ്പ് ഈ പ്രശ്നം സമരത്തിലേക്ക് പോകും, പ്രക്ഷോഭങ്ങളിലേക്ക് പോകും എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ മാനേജ്മെന്റുകൾക്കില്ലേ? അപ്പോൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയുക, അതെല്ലാം ഞങ്ങൾ കേട്ടിരിക്കുക എന്നാണ് അദ്ദേഹം തരുന്നത്. പിന്നെ IRCയുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരു DAയും TA തെളിവെടുപ്പ് എന്ന് പറയുന്ന പ്രഹസനത്തിന്റെ പേരിൽ കൈപ്പറ്റിയിട്ടില്ല. ആ സമിതിയിൽ നിന്ന് ആൺകുട്ടികളെ പോലെ ഇറങ്ങിപ്പോയവരാ ഞങ്ങള്. ആ ഒരു സമിതിയിലും ഞങ്ങൾ ഹാജരായിട്ടില്ല. സംസ്ഥാന വ്യാപകമായിട്ട് ഒരു തെളിവെടുപ്പിലേ ഞങ്ങൾ ഹാജരായിട്ടുള്ളൂ. എന്ത് കാര്യമാണ് ഇവർ ചെയ്യുന്നത്? 1 വർഷവും 4 മാസവും എടുത്ത് തെളിവെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള കമ്മിറ്റി 29 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശത്തും ചർച്ച ചെയ്യാനെടുത്തത് വെറും 5 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് 1 മാസം കൊണ്ട് തീർക്കേണ്ട തെളിവെടുപ്പ് ഇപ്പോഴും തീർന്ന അന്തിമ റിപ്പോർട്ട് വെച്ചിട്ടില്ല. എവിടെ തീർന്നു എന്നാണ് ഇവർ പറയുന്നത്? എന്തായി എന്നാണ് പറയുന്നത്? ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, ഇവിടെ മഴക്കാല രോഗമാണ്, നഴ്സുമാർ സമരം ചെയ്യരുത്, നിങ്ങൾ ഇപ്പോൾ 300 രൂപയ്ക്ക് ജോലി ചെയ്തോളൂ. ശ്രീ ജാസ്മിൻ ഷാ തുടരുക. ശ്രീ ഹുസൈൻ കോയ തങ്ങൾ, താങ്കളുടെ മറുപടിയിലേക്ക്. ഈ മഴക്കാല രോഗത്തിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ടോ? ഈ പിന്നെ ഡിലേ വരുന്നതും അല്ലെങ്കിൽ ഈ കേരളത്തെ പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇത്ര സമയം എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് മാനേജ്മെന്റ് ഭാഗത്ത് വന്ന ഡിലേ അല്ലല്ലോ. മാനേജ്മെന്റ് ഭാഗത്തുള്ള സഹകരണം പരിപൂർണമായുണ്ട്. അതുകൊണ്ടല്ലേ കമ്മിറ്റിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ IRCയുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേതന വർധനവിന് വേണ്ടിയിട്ട് അവർ ആവശ്യം ഉന്നയിക്കുകയും എന്നാൽ അതിനു വേണ്ടിയുള്ള കമ്മിറ്റികളിൽ അവർ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ്? അങ്ങനെ വേതന വർധനവാണ് ആവശ്യമില്ല. കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാറുണ്ടെന്ന്. ഇവിടെ ഈ ഡിലേ എന്തുകൊണ്ട് വന്നു? നോക്കൂ, ഈ ഡിലേ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഡിസ്ക്രിഷണറി പവറാണ് ഈ കമ്മിറ്റി ഫോം ചെയ്യാനുള്ള അധികാരം. അതിൽ ഞങ്ങൾക്കല്ല അധികാരം ഇല്ല. എന്നിട്ട് ആ കമ്മിറ്റി ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഇതിലെ തെളിവെടുപ്പിന് വേണ്ട ഡേറ്റുകൾ തീരുമാനിക്കുന്നത്. ആ ഡേറ്റ് അനുസരിച്ച് ചർച്ചകൾ നടന്ന് ഏകദേശം ഇതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് അസുഖം വന്ന് അദ്ദേഹം കുറച്ചു കാലം ലീവിലായിരുന്നത്. ആ ഒരു താമസമല്ലാതെ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം രണ്ടാമതും ഇതിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ജിയോ പുതുക്കി നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഡിലേ ഒന്നും വന്നില്ല. ഇവിടെ ഹെൽത്ത് കെയറിൽ മാത്രമല്ലല്ലോ ഈ മിനിമം വേജ് ഉള്ളത്. അങ്ങനെ ഒരു ഡിലേ ആണെന്ന് അദ്ദേഹം പറയുന്നു. ആ ഡിലേ മാത്രമായിരിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകൊണ്ടായിരിക്കുമല്ലോ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതെന്തായിരുന്നു? അല്ല, മന്ത്രി ആരോഗ്യ ബാധിതനായി എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ മാസമല്ലേ, കഴിഞ്ഞ മാർച്ചിലല്ലേ അദ്ദേഹം അസുഖബാധിതനായത്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി 2016 ഫെബ്രുവരി 11 തുടങ്ങിയ കമ്മിറ്റിയാ. ആ 2016 ഫെബ്രുവരിക്ക് തുടങ്ങിയ കമ്മിറ്റി മന്ത്രിയൊക്കെ അസുഖബാധിതനായി. ലേബർ കമ്മീഷണറല്ലേ ഇതിന്റെ ചെയർമാൻ? അദ്ദേഹത്തിന് യോഗം വിളിക്കാനോ? അദ്ദേഹത്തിന് വിളിച്ച് നടത്തിക്കൂടെ? ഇവിടെ വിഷയം എന്താ? ഇവരും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ചെറിയ വിഭാഗം, എല്ലാവരും ഒന്നും ഞങ്ങൾ പറയുന്നില്ല, ചെറിയ വിഭാഗം തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നത്. ഇപ്പൊ എന്താ ഇവർ പറഞ്ഞത്? ഞങ്ങളുടെ കുറ്റമല്ല, കുറ്റമെല്ലാം സർക്കാരിൻ്റെത്, ഞങ്ങൾ എല്ലാറ്റിനും തയ്യാർ. ഇതല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 80% ആശുപത്രികളും മിനിമം വേതനം ഇപ്പോഴും അന്യമല്ലേ? ഇപ്പോഴും 12ഉം 15ഉം മണിക്കൂർ എടുക്കുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ ഇപ്പോഴും ഓവർ ടൈം കൊടുക്കുന്നുണ്ടോ? കേരളത്തിലെ എല്ലാ ആശുപത്രികളും ESI PF കൊടുക്കുന്നുണ്ടോ? മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ആനുകൂല്യം മുഴുവനായിട്ട് കൊടുക്കുന്ന ഒരാശുപത്രിയുടെ പേര് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? ഒരാശുപത്രിയുടെ പേര് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും. 100 കണക്കിന് ആശുപത്രി. ഇപ്പൊ നേരത്തെ സിബി പറഞ്ഞ പോലെ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ആരാണ് കൊടുത്തത് എന്നുള്ള വിവരം അപ്പൊ തന്നെ മാനേജ്മെന്റ് അറിയിക്കുന്ന ഉദ്യോഗസ്ഥർ. എന്ത് ചെയ്യും ഞങ്ങൾ? അപ്പോ അവർക്കെതിരെ സംഘടിതമായിട്ട് തന്നെ ഞങ്ങൾ നീങ്ങണം. സംഘടിതമായി നീങ്ങാതെ മറ്റെന്ത് പോം വഴിയാണുള്ളത്? 300 രൂപ കൂലി ഏത് മേഖലക്കാണുള്ളത്? എല്ലാ മേഖലയും മിനിമം കമ്മിറ്റി ഉണ്ട്. എല്ലാ മേഖലയും കൂലിപ്പണിക്കാർക്ക് വിലയുണ്ട്. അവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? അവർ സംഘടിതമായിട്ട് തന്നെ അവർ സമരങ്ങൾ നടത്തിയിട്ട് തന്നെയാണ് കേരളത്തിൽ ആനുകൂല്യം നേടുന്നത്. തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് കേരളം.
ഇവിടെ തൊഴിലാളികളെല്ലാം സമരത്തിലൂടെ നേടിയെടുത്തതാണ്. ഒരു മുതലാളിയും എന്താ പറയാ അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ആശുപത്രി മുതലാളി കൊടുത്തിട്ടുണ്ടോ? ഞാൻ തിരികെ വരാം. ശ്രീ സുബി, ഈ പറഞ്ഞതുപോലെ തന്നെ 2016 ജനുവരിയിലാണ് ഈ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം വരുന്നത്. അതിനുശേഷം ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതുവരെയും ആ ഒരു വിഷയം എങ്ങും നടപ്പിലാക്കപ്പെട്ടില്ല. അതായത് ഔദ്യോഗികമായി ഈ കമ്മിറ്റി നീണ്ടുപോകുന്നു, അതിൽ ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. അതായത് ചർച്ചകൾ നടന്ന് ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ രണ്ട് പക്ഷത്തുനിന്നും അമിക്കബിൾ ആയിട്ട് ഒരു സാധനം വരണം. അതായത് മാനേജ്മെന്റുകൾ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്ന ഫോർമുല അംഗീകരിക്കണം. ഈ ചർച്ചയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സർക്കാർ ഫോർമുല പറയും, മാനേജ്മെന്റ് അത് അംഗീകരിക്കാറില്ല. ഇത് തന്നെയാണ് നേരത്തെ ഹുസൈൻ സാറിന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ കേരളത്തിലെ പൊതുജനങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല. ഞങ്ങളെ മാലാഹമാർന്ന് വിളിച്ച് ഞങ്ങൾ പോയി ചോദിക്കുമ്പോൾ ഒരു കടക്കാരൻ ഞങ്ങൾക്ക് അരി ഫ്രീ ആയിട്ട് തരില്ല. ഇപ്പോൾ പറയല്ലേ 300 രൂപ ശമ്പളം വെച്ച് 40 രൂപ വിലയുള്ള അരി ഞങ്ങൾ എങ്ങനെ മേടിക്കണം? പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രൈവറ്റ് ആശുപത്രിയുടെ ബില്ല് നിങ്ങളൊന്ന് നോക്കുക. ആ ബില്ലിൽ നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ മിനിമം 300 മുതൽ 600 രൂപ വരെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജർ ഈടാക്കുന്നുണ്ട്. അത് നിങ്ങൾ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ ഒരു നഴ്സിനെ വെച്ച് ഒരു ദിവസം 3000-ലധികം രൂപ ഒരു ആശുപത്രി മാനേജ്മെന്റ്. അത് പോരാതെ ഇഞ്ചക്ഷൻ 20 രൂപ അല്ലെങ്കിൽ നെബുലൈസേഷൻ 50 രൂപ ഇങ്ങനെ വെച്ച് നിങ്ങളുടെ ബില്ല് നോക്കൂ. എന്നിട്ടാണ് അവർ അതിൻ്റെ ഒരു 10% പോലും ഞങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ സമരത്തിലേക്ക് ഇവർ തള്ളിവിടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സമരത്തിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഡോക്ടർ രോഹിത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരും മാനേജ്മെന്റുകളുമായുള്ള ഒത്തുകളിയെ കുറിച്ച് ആ വിധത്തിലൊക്കെ ശ്രീ സിബി ആരോപിക്കുകയുണ്ടായി. ഇത്തരത്തിൽ പലപ്പോഴും സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാനേജ്മെന്റുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടി എന്നതടക്കം ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഭീഷണിപ്പെടുത്തി ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു ശൈലി നമ്മുടെ എല്ലാം എന്ന് പറയുന്നില്ല പല മാനേജ്മെന്റുകളും സ്വീകരിക്കുന്നുണ്ടോ? ഡോക്ടർ രോഹിത്, അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുന്ന അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും അനുവദിച്ചുകൂടാത്തതാണ്. ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം, ഇന്ത്യയിലുള്ള കേരളത്തിന് വെളിയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇന്ത്യയിൽ വെളിയിലുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശംസ, ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള നഴ്സുമാർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രശംസ മേടിക്കുന്നവരാണ് കേരളത്തിലെ നഴ്സുമാർ. അവർക്ക് മാന്യമായുള്ള സാലറി നൽകണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകളിലൂടെയോ മറ്റെന്തെങ്കിലും ഗുണ്ടാളെ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെ അത് ഒരുക്കി തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിറാം കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. ഒരു തൊഴിലാളി സൗഹാർദ്ദ സർക്കാരും കൂടെ ഭരണത്തിലുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു നിലയിലോട്ട് പോയി പൊതുജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വലിയൊരു നിലയിലോട്ടുള്ള ഒരു സമരമായി മാറുന്നതിന് മുന്നേ തന്നെ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, ഇവിടെ അതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കി സമരവുമായി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതി ഉള്ള സമര ചർച്ചയിൽ സർക്കാർ ഇടനില നിന്ന് നടത്തുന്ന ചർച്ചയിൽ നിങ്ങൾ ആ അനുകൂല നിലപാടെടുത്താൽ മതി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, ആ ചർച്ചയിൽ എന്തായിരിക്കും സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അസോസിയേഷൻ? ആ ചർച്ചയുടെ ഉള്ളടക്കം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. മിനിമം വേജസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയാണെങ്കിൽ അതിനോട് ഞങ്ങൾ ഇതുവരെ സഹകരിച്ച ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി തന്നെ ആ ചർച്ച പരിപൂർത്തീകരിക്കുവാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. എനിക്ക് പിന്നെ ഈ നഴ്സിംഗ് സംഘടനയോട് UNAയോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയം കേരളത്തിലെ 70% സ്വകാര്യ ആശുപത്രികളാണ് ഹെൽത്ത് കെയർ ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്തിൽ നിന്ന് അത് മാറ്റി നിർത്തി നിങ്ങളുടെ സമരപ്രഖ്യാപനം പിൻവലിച്ച് ഈ ഒരു വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സാവകാശം സർക്കാരിന് നൽകുക. ഞങ്ങളല്ല അതിന്റെ ബാധ്യസ്ഥര്, സർക്കാരിന് നൽകിക്കൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലൂടെ എല്ലാവരും യോജിക്കുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷനിലൂടെ സർക്കാരിന്റെ ബാധ്യതയാകുന്നു. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാർ ഇടനില നിൽക്കുകയല്ലേ? കാര്യങ്ങൾ തീരുമാനിച്ച് ഇടനില നിങ്ങൾക്ക് മുന്നിലേക്ക് തരികയാണ്. ഇങ്ങനെയാണ് വേജസ്, അവർക്ക് നൽകേണ്ട വേജസ് ഇങ്ങനെയാണ്, ഇവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ ഇങ്ങനെയാണ്, മെച്ചപ്പെടുത്തണം എന്ന് സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അത് നടപ്പിലാക്കേണ്ടതും ഉത്തരവാദിത്തോട് ഏറ്റെടുക്കേണ്ടതും മാനേജ്മെന്റുകളല്ലേ? അവിടെ സർക്കാരിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാകുന്നു? നിങ്ങൾ പറയുന്നത് നടപ്പിലാക്കുന്നുമുണ്ടെന്ന്.
ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് പറയുന്നത്. മിനിമം വേജസ് ആക്ട് പ്രകാരം ചെയ്യേണ്ടത് അതിന് ഒരു മിനിമം വേജസ് കമ്മിറ്റി ഫോം ചെയ്യാനുള്ള അധികാരം സർക്കാരിനാണ്. അതിൽ ആരെ മെമ്പർമാരാക്കണം എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പോലും അധികാരമില്ല, ആർക്കും അധികാരമില്ല. സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിക്ക് ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ജില്ലാ തലങ്ങളിലൊക്കെ തെളിവെടുപ്പ് നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഈ കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ, അതിൽ ഒരു ഡിസിഷൻ ആയിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് മിനിമം വേജ് അഡ്വൈസറി ബോർഡിന് കൊടുത്ത് ആ മിനിമം വേജ് അഡ്വൈസറി ബോർഡ് അതിലെ അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് സർക്കാരിന് ഉപദേശിച്ച് സർക്കാരിൽ നിന്ന് ഒരു ജിയോ ആയി പുറത്തു വരികയാണ് വേണ്ടത്. അത് എംപ്ലോയർ അല്ല ചെയ്യേണ്ടത്, തൊഴിലുടമയല്ല അത് ചെയ്യേണ്ടത്, തൊഴിലാളികളല്ല ചെയ്യേണ്ടത്. ആ ചർച്ചയുടെ ഭാഗമായി മാത്രമായിരുന്നു ഇതിലെ മെമ്പർമാർ വരുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെ കൃത്യമായി ഇദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള പൊള്ളത്തരം നമുക്ക് തിരിച്ചറിയാമല്ലോ. ഇദ്ദേഹം ഇപ്പൊ എന്താ പറയുക, ഇതുവരെ വളരെ അനുകൂലമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു, ചർച്ചകളിൽ സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാകും, ഞങ്ങൾ വളരെ അനുകൂലമായിട്ട് ശമ്പളം കൊടുക്കും. അപ്പോൾ ജൂൺ 15 അനുകൂലമായ തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, ആ തീരുമാനത്തിന്റെ അജണ്ട ഉള്ളടക്കം കണ്ടതിന് ശേഷം തീരുമാനിക്കും. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ തുറന്ന മനസ്സോടല്ലേ ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ 15-ാം തീയതിയിലെ മീറ്റിംഗിൽ UNA മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതുവരെ സുപ്രീം കോടതി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലാകില്ലേ 15-ാം തീയതി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? അതിനും അപ്പുറത്തേക്ക് എന്താണ് ഈ മാനേജ്മെന്റുകളെ ഭീതിപ്പെടുത്തുന്നത്? അവിടെ വെച്ച് തീരുമാനിക്കാം എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല, ഇവിടെ ഭീതി എന്താണ്? ഈ സമയം എന്ന് പറഞ്ഞാൽ ആശുപത്രിയുടെ ചാകര സമയമാണ്, അവർക്ക് ചാകരയാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ അടിച്ചു കയറുന്ന ഒരു സമയം. അവിടെ മാക്സിമം ലാഭം, പ്രോഫിറ്റ് എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. സർക്കാർ വെക്കാൻ പോകുന്നത് എന്താ? എന്നെങ്കിൽ ബലരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശമെടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശമെടുക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സമിതിയുടെ നിർദ്ദേശമെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇതിലേതും എടുത്തോട്ടെ, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതേമാതിരി പറയാനുള്ള ഒരു ചങ്കൂറ്റ ആർജവും മാനേജ്മെന്റുകൾക്ക് ഉണ്ടാകില്ല. കാരണം എന്താണ്? അവർക്ക് ചൂഷണം ചെയ്യേണ്ടത് നഴ്സിംഗ് സമൂഹത്തെയാണ്. ആശുപത്രി ജീവനക്കാരെ ഒന്നടങ്കം അവർക്ക് ചൂഷണം ചെയ്യണം. ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ അവർക്ക് മടിയില്ല. ഞങ്ങൾ അതിനെതിരുമല്ല, ഡോക്ടർമാർക്ക് ശമ്പളം കിട്ടട്ടെ. പക്ഷേ ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഈ മണ്ണിൽ? നഴ്സിംഗ് ആയി ജനിച്ചതുകൊണ്ട്, ആശുപത്രി ജീവനക്കാരനായി ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള സാമൂഹ്യ നീതി നഷ്ടപ്പെടുത്താനല്ലേ ആശുപത്രി വളരെ വേഗം തിരികെ എത്താം. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങളുടെ മറുപടിയിലേക്കാണ് എത്താൻ പോകുന്നത്. ഞാൻ വളരെ വേഗം ചർച്ചയിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ഇവിടെയാണ് സൂചിപ്പിച്ചത് സുപ്രധാനമായും ഉള്ളത്, അതായത് 15-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും ഒന്നിൽ സുപ്രീം കോടതി നിർദ്ദേശമായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുക. സ്വാഭാവികമായും അത് ഇത്രത്തോളം പ്രബലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, ഇല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ ആ വിധത്തിൽ അതായിരിക്കും വിഷയം എന്ന് വളരെ നിശ്ചയിച്ച് കൃത്യമായി അറിയാവുന്ന സാഹചര്യത്തിൽ അതാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ അസോസിയേഷൻ തയ്യാറാകുമോ? ഒരിക്കലും സുപ്രീം കോടതി നിർദ്ദേശിച്ച തരത്തിൽ, സുപ്രീം കോടതി നിയമിച്ച പാനൽ നിർദ്ദേശിച്ച തരത്തിലുള്ള ഒരു നിർദ്ദേശം കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല. കാരണം കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ മിനിമം വേജ് തീരുമാനിക്കേണ്ടത് മിനിമം വേജ് ആക്ട് അനുസരിച്ചാണ്, അതാണ് മാൻഡേറ്റ്. ഒരിക്കലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്ത നിർദ്ദേശങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി, അത് ക്യാപ്റ്റൻ അബേൻസ്, അത് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി റൂളിംഗ് കൊടുത്ത് തടഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഒരിക്കലും 15-ാം തീയതിയിലെ ചർച്ചയിൽ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. 15-ാം തീയതിയിലെ ചർച്ചയിൽ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർ ചർച്ചയായിക്കൊണ്ട് മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള മേഖലകളിലൊക്കെ ഉണ്ട്. ഈ മിനിമം വേജസ് നടപ്പിലാക്കുന്നുണ്ട്, അതൊക്കെ പുനർനിർണയിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു ചർച്ചയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടക്കമുള്ള ചർച്ച കാലകാലങ്ങളായി ഇത്ര കാലയളവിനുള്ളിൽ പുതുക്കാം, എനിക്കൊന്ന് 3 വർഷമെന്നോ 1 വർഷമെന്നോ അങ്ങനെ 3 വർഷം അങ്ങനെയുള്ള ചർച്ചകൾ നേരത്തെയും നടന്നിട്ടുള്ളതല്ലേ? ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ശ്രീ ഹുസൈൻ കോയ തങ്ങൾ സാറ് പറഞ്ഞതാണ്, സുപ്രീം കോടതി വെച്ച കമ്മിറ്റിയുടെ നിർദ്ദേശം കേരളത്തിൽ വന്നപ്പോൾ ഇവർ തന്നെ നേരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തു. അതിന്റെ കാരണം എന്താണ്? അവർക്ക് ഞങ്ങൾക്ക് ശമ്പളം തരാൻ പറ്റില്ല. അത് വളരെ 20,000 തൊട്ട് 30,000 വരെയുള്ള ബേസിക് സാലറിയുടെ കാര്യമാണ് സുപ്രീം കോടതി. അതിനെ ഇവരെന്ത് ചെയ്തു? ഹൈക്കോടതി പോയി എതിർത്തു. ഇവർ നാളത്തെ ചർച്ചയിൽ വന്നിട്ട് മനസ്സിലായവരുടെ നിലപാട് അവർ തരാമെന്ന് പറയുകയും ഒരു നിലപാടുമായി സർക്കാർ വരുമ്പോൾ
അതിനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോയി എതിർക്കുക. കാരണം അവരുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞങ്ങളെ ഊറ്റി ഉണ്ടാക്കിയ പൈസ ഇഷ്ടം പോലെ അവിടെ അവർ നേരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ഇതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പൈസ വില കൂടി വക്കീൽമാരെ വെച്ച് ബ്ലോക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ സാഹചര്യത്തിൽ 10,000 അതിൽ താഴെ കിട്ടുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഇവർ വെക്കുന്ന വക്കീലിന് അത്രയും വലിയ വക്കീലിനെ വെച്ച് വാദിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരെ കേസുകളൊക്കെ ചെയ്യുന്നു. മര്യാദയ്ക്ക് ആ സുപ്രീം കോടതിയുടെ ആ കമ്മിറ്റി വെച്ച നിർദ്ദേശം വന്നപ്പോൾ തന്നെ നാട്ടിൽ ശമ്പളം തന്നെങ്കിൽ വല്ല പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ അവർ പറഞ്ഞ അത് പറ്റില്ല. അതായത് അതിപ്പോൾ 30,000 രൂപ 1000 രൂപ എന്നുള്ള ദിവസമാണ് സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന ദിവസവേതനമാണ് ഈ പറഞ്ഞ 800 തൊട്ട് 900 രൂപ വരെ കിട്ടുന്നവിടെ. അതിലും കുറച്ചില്ല, 4 കൊല്ലം പഠിച്ചാലേ ഒന്നുമില്ലെങ്കിൽ ഉറക്കും, ലോൺ എടുത്ത് പഠിച്ചവരാ. അത് കൊടുത്തൂടെ? അത് കൊടുക്കാൻ പറ്റാതെ അവർ ഹൈക്കോടതി പോയി അതിനെ സ്റ്റേ ചെയ്തു. അതിൽ കോടികൾ മുടക്കി വക്കീലിനെ വെച്ച് ഹൈക്കോടതി സ്റ്റേ ചെയ്യുക. എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്ത് പറയുന്നു? അത് അവർ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കാനുള്ളത്. കാരണം ഇന്ന് ആ ഹൈക്കോടതിയിൽ പോയി അത് സ്റ്റേ ചെയ്തു എന്ന് KPHയുടെ പ്രസിഡന്റ് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ രണ്ടാമത്തെ നിലപാട് എന്ത്? സർക്കാർ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ ഹുസൈൻ സംഘം മനസ്സിലാക്കുക, ഈ പ്രാവശ്യം സർക്കാർ ഒരു നിലപാടെടുത്ത് ഒരു ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മേടിച്ചെടുക്കണമെന്ന് യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ പുറകിൽ ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാർ തന്നെ ഉണ്ടാവും എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ അത്രയും നല്ലത്. ശ്രീ ജാസ്മിൻ ഷാ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സ്റ്റേ കിട്ടിയവരെ ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. കേരളത്തിൽ ഈ ഇത്തരമൊരു സ്റ്റേ കിട്ടിയിട്ടില്ല. ഇവർ പച്ചക്കള്ളം പറഞ്ഞിരിപ്പിക്കുക എന്ത് സ്റ്റേ കിട്ടിയെന്ന്. അപ്പോൾ നേരത്തെ സിബി പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിനിമം വേജസ് ഒരു നഴ്സുമാർക്ക് അനുകൂലമായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ എന്ത് അസഹിഷ്ണുതയാണ് ഇവർ കാണിക്കുന്നത്? അവർക്ക് എന്താണ് നഴ്സുമാർക്ക് മാന്യമായ ഒരു ശമ്പളം കിട്ടണം എന്ന് പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത? കാരണം ഇവിടെ ജീവിതം രണ്ട് ഭാഗം കരുപിടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നഴ്സിംഗ് സമൂഹം, ആശുപത്രി ജീവനക്കാർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം, ഇവരുടെ എല്ലാം മാന്യമായിട്ടുള്ള ജീവിത സാഹചര്യത്തിന് സുപ്രീം കോടതിയോ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ നടപടിയെടുക്കുമ്പോൾ അതിനെ സ്റ്റേ മേടിക്കാൻ പോകുമെങ്കിൽ അപ്പൊ മനസ്സിലായിക്കൂടാ ഇവരുടെ യഥാർത്ഥ പൂച്ച എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ ഇന്റൻഷൻ എന്താണ്? ചൂഷണം തന്നെയാണ് എന്നത് ഈ നടപടിയിലൂടെ തന്നെ വ്യക്തമല്ലേ? എന്തായാലും എന്റെ അറിവിൽ വളരെ പച്ചക്കള്ളം ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് തുല്യമായ വേതനം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ഉണ്ടാകണം എന്നതാണ്. അതിനെ എന്തുകൊണ്ട് അസോസിയേഷൻ എതിർക്കുന്നു? ഒപ്പം തന്നെ ഈ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ നമുക്കറിയാം. ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ കാലത്തിലും തോന്നുന്ന രീതിയിലുള്ള ബില്ലുകൾ പല ഹോസ്പിറ്റലുകളും ഈടാക്കുന്നു, രോഗികളെ പിഴിയുന്നതടക്കമുള്ള കാര്യങ്ങൾ. എല്ലാ ഹോസ്പിറ്റലുകളെയും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വിധത്തിലൊക്കെ തുടരുമ്പോഴും ഇവിടെ ഒരു അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മിനിമം ജീവിക്കാനുള്ള ഗതി ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്ന നഴ്സുമാർക്ക് നേരെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു? രണ്ട് കാര്യങ്ങളാണ് അതിൽ. സുപ്രീം കോടതി ഒരിക്കലും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ സാലറി സ്വകാര്യ മേഖലയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി വെന്റിലേറ്റ് സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ജാസ്മിൻ ഷാ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക ആദ്യം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇവര് വെന്റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രീവിയൻസ് അവരുടെ പരാതികൾ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുക ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ പഠനം അനുസരിച്ചിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു സംവിധാനമുണ്ട്. മിനിമം വേജസ് ആക്ട് പ്രകാരമാണ് മിനിമം സാലറി കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മിനിമം സാലറിയെ സംബന്ധിച്ചാണ്. നഴ്സുമാർ ഈ മിനിമം സാലറിക്ക് മുകളിൽ എത്രയോ സാലറി വാങ്ങുന്ന നഴ്സുമാരുണ്ട്. അതൊന്നും നമ്മൾ ചർച്ചയ്ക്ക് വരുന്നില്ലല്ലോ. മിനിമം സാലറി കൊടുക്കേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിന് മിനിമം വേജസ് ആക്ട് പ്രകാരം അതിനുള്ള വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. അത് വെച്ചാണ് മിനിമം വേജസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡോക്ടർമാരുടെ സാലറി അവരുടെ ജോലിക്കനുസരിച്ചിട്ടാണ്. 20,000 30,000 സാലറി വാങ്ങുന്ന ഡോക്ടർമാരുമുണ്ട്, 4-5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഡോക്ടർമാരുമുണ്ട്. അതൊന്നും നമ്മൾ താരതമ്യപ്പെടുത്തി സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ സംബന്ധിച്ചോളം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആശുപത്രി ഉടമ എന്നാൽ, ആശുപത്രി മാനേജ്മെന്റ് എന്നാൽ ഒരു ബൂർഷ്വായിട്ട് എല്ലാ രീതിയും കൊള്ളടിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ച അത് ശരിയല്ല. ഒരു ആശുപത്രി നടത്തിക്കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ 70% സ്വകാര്യ ആശുപത്രികളാണ് ഇവിടുത്തെ ആരോഗ്യരംഗം നിലനിർത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഫീ ഉണ്ട്, PF അടക്കണം, ESI അടക്കണം, VAT അടക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള ചാർജുകളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെ വളരെ വേഗം അതിനുള്ള മറുപടി സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറഞ്ഞത് ആരാണ്? സുപ്രീം കോടതിയാണ് പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പനിയുമായി പോകുന്ന ഒരു രോഗി സ്വകാര്യ ആശുപത്രി വരുമ്പോഴും പനി തന്നെയാണ് വരുന്നത്, അവിടെ ചികിത്സിക്കുന്നു. പിന്നെ ഇദ്ദേഹം ഒരുപാട് കണക്ക് പറഞ്ഞു, വാറ്റ് കൊടുക്കണം, PF കൊടുക്കണം, ESI കൊടുക്കണം. ഈ മുതലാളിമാരുടെ പോക്കറ്റ് നിർത്തുന്നതല്ലോ, വരുന്ന രോഗികളെ പിഴിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നത്. വരുന്ന രോഗികളുടെ കയ്യിൽ നിന്ന് ചികിത്സാ ഫീസ് എന്ന ഇനത്തിൽ വൻതോതിൽ വാങ്ങിക്കൊണ്ട് തന്നെ. നേരത്തെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞ പോലെ എന്താണ് ഒരു ഏകീകരണം, ചികിത്സാ ഫീസിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ ഇവർ സമ്മതിക്കുമല്ലോ. ഒരു ഹോസ്പിറ്റലും പുറത്തുനിന്നുള്ള ഒരു കമ്മിറ്റിയെ വെച്ച് ഓഡിറ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കുമോ? വേണ്ട, സർക്കാർ ഓഡിറ്റ് ചെയ്യട്ടെ, സമ്മതിക്കുമോ? ഇല്ലല്ലോ. കാരണം ഭീമമായ കൊള്ള. അതിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ മതി, അല്ലാതെ നിങ്ങൾ എത്രയോ കൊള്ള ചെയ്തോ, നിങ്ങൾ കൊള്ള തുടരട്ടെ, നിങ്ങൾ കൊള്ള തുടരും. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ ജാസ്മിൻ ഷാ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, ഒപ്പം തന്നെ ശ്രീ CB മുകേഷ്, ഡോക്ടർ രോഹിത് ഈ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് 15-ാം തീയതിക്കായി കാത്തിരിക്കാം. ഒരു സമരത്തിലേക്ക് പോകണമെന്ന് തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല, പക്ഷേ തങ്ങളെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് UN ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏതായാലും ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ സമരക്കാർക്കൊപ്പമാണ്. മാനേജ്മെന്റുകൾ ഈ വിധത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നെങ്കിൽ അത് എതിർക്കപ്പെടണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം, ഏതായാലും 15-ാം തീയതിയിലെ ചർച്ച, ഒപ്പം തന്നെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ എന്തായിരിക്കും നിലപാടെടുക്കുന്നത് ഒക്കെ സുപ്രധാനമായിരിക്കും. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ചർച്ച പൂർത്തിയാവുകയാണ്.